2025 ഡിസംബർ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം ഇപ്പോൾ അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇനിയും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ജനുവരി ഏകദേശം ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴാണ് എക്സാം ഉണ്ടാവുക എന്നാണ് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എൻലൈറ്റിൻ്റെ ഭാഗമായിട്ട് തൊട്ട് മുമ്പത്തെ യൂണിറ്റുകളെല്ലാം നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സും തീർച്ചയായും പോയി കാണാം. ഇപ്പോൾ നമ്മുടെ 8ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജിയിലാണുള്ളത്. സോഷ്യൽ സൈക്കോളജിയുടെ 2 യൂണിറ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ സോഷ്യൽ സൈക്കോളജിയുടെ 3rd പാർട്ടിലേക്കാണ് കടക്കുന്നത്. ക്ലിയർ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർ ഗ്രൂപ്പ് തിയറീസ് ആയിട്ടുള്ള 4 തിയറീസിനെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി, സോഷ്യൽ ഐഡന്റിറ്റി തിയറി, കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് ആൻഡ് റിലേറ്റീവ് ഡെപ്രിവേഷൻ. ഈ തിയറീസ് ഒക്കെ നമ്മൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇന്റർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർമേഷനെ കുറിച്ചിട്ടും അവിടെ ഉണ്ടാവുന്ന ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റുകളെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ തിയറീസിലൂടെ ഒക്കെ നമ്മൾ കണ്ണോടിച്ച് പോയിട്ടുള്ളതായിരിക്കാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കൂടിയാണിത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ജനുവരി 2025 റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞ 4 തിയറീസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ആ തിയറിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ഇവിടെയുള്ള തിയറീനെ നോക്കിയിട്ട് ഏത് ഡിസ്ക്രിപ്ഷൻ ആണോ അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ലിസ്റ്റ് 1 റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി, സോഷ്യൽ ഐഡന്റിറ്റി തിയറി, കോണ്ടാക്ട് ഹൈപ്പോത്തസിസ്, റിലേറ്റീവ് ഡെപ്രിവേഷൻ. ലിസ്റ്റ് 2ലേക്ക് നോക്കുമ്പോൾ ഫീലിംഗ് ഓഫ് discontent aroused by the belief that one fares poorly compared with others, stereotypes and prejudices arise from conflict over limited resources, the theory that people favor in-group over out-group in order to enhance self-esteem, the theory that direct contact between hostile groups will reduce prejudice under certain conditions. ഇങ്ങനെ 4 ഡിസ്ക്രിപ്ഷൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ തന്നെ നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് തിയറി ആയിരുന്നു റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി. തിയറി പറയുന്ന സമയത്ത് ആരാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്, ഏത് വർഷമാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും. സോ ദിസ് തിയറി, റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി, ഡെവലപ്ഡ് ബൈ ഷെരീഫ് in 1966. This theory argues that intergroup conflicts arises as a result of conflict over real or imagined interest between groups. എന്ന് വെച്ചാൽ നമ്മുടെ 2 ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എറൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ പറയുന്നത്. എന്ത് കാരണം? ഇവർ തമ്മിലുള്ള റിയൽ ആയിട്ടോ ഇമാജിൻഡ് ആയിട്ടോ ഉള്ള എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിന്റെ ബേസായിട്ട് 2 ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, when 2 groups want to achieve the same goal but cannot have it, hostility is produced between them. അതായത് നമ്മൾ 2 ഗ്രൂപ്പ്സ് എടുക്കുകയാണ്. ആ 2 ഗ്രൂപ്പ്സിനും ഉള്ളത് ഒരു കോമൺ ഗോളാണ്. സോ ഗോൾ ഒന്ന് തന്നെയാണ്. അവിടെ 2 ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗ്രൂപ്പ്സ് കൂടി ടുഗദർ ഫൈറ്റ് ചെയ്യും. ആ സമയത്താണ് അവിടെ ഒരു ഹോസ്റ്റിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഓക്കെ, once hostility has been aroused, it is very difficult to return to normal relations and ongoing conflict can arise. ഒരു സമയത്ത് ഒരു ഹോസ്റ്റിലിറ്റി അറൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ തിരിച്ച് നമ്മുടെ ഒരു പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അത് മാത്രമല്ല, പിന്നീട് നമ്മുടെ ഈ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഈ ഹോസ്റ്റിലിറ്റി ഇൻക്രീസ് ചെയ്ത് വരാനാണ് ചാൻസ് ഉള്ളത്. When there is limited resources, then this leads to conflict, prejudice and discrimination between groups who seek that common resources. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രജുഡിസിനെയും ഡിസ്ക്രിമിനേഷനെയും കുറിച്ചിട്ടൊക്കെ. സോ അവിടെ ഒരു ചെറിയ ലിമിറ്റഡ് റിസോഴ്സാണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫുഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എന്ന് വെച്ചാൽ അവിടെ ലിമിറ്റഡ് ഫുഡാണുള്ളത്. ആ ഒരു ഫുഡിന് നീഡഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടി അവരുടെ ഒരു കോമൺ റിസോഴ്സ് എന്ന് പറയുന്നത് ഈ ഫുഡാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ ഫൈറ്റ് ചെയ്യും. സോ ആ സമയത്ത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എറൈസ് ചെയ്യും. സോ നമ്മൾ പറഞ്ഞു, when there is a limited resources, ഇതാണ് ഇതിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. റിസോഴ്സ് ലിമിറ്റ് ആയിരിക്കും. ഈ ഒരു പിക്ചർ കണ്ടാൽ അറിയാം, നമുക്കറിയാം ഇവിടെ 2 ഡോഗാണുള്ളത്. അവർക്ക് ആയിട്ടുള്ള ഒരു
അവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ആണുള്ളത്. സോ ഇവർ രണ്ടുപേരും കൂടി ഒരേ സമയം ഈ ഒരു ഫുഡ് എന്ന് പറയുന്ന ഈ റിസോഴ്സിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ എന്താണ്, ഒരു കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മൾ പറഞ്ഞത് റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മുടെ ഓപ്ഷനായിട്ട് വന്നിരുന്ന സെക്കൻഡ് തിയറിയാണ് സോഷ്യൽ ഐഡന്റിറ്റി തിയറി. നേരത്തെ പറഞ്ഞ പോലെ ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് എന്തായാലും നോക്കി വെക്കുക. ദിസ് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഹെൻറി താജ്ഫെൽ ആൻഡ് ജോൺ ടേണർ ഇൻ ദ 1970s. Okay, posit that individuals derive a portion of their self concept from their membership in social groups. ചില ഗ്രൂപ്പുകളിൽ മെമ്പർ ആണ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്ത് ഉള്ള ഒരാളാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണമാകും. സോ അതിനെയാണ് സോഷ്യൽ ഐഡന്റിറ്റി തിയറി എന്ന് പറയുന്നത്. The theory seeks to explain the cognitive processes and social conditions underlying intergroup behaviors, especially those related to prejudice, bias and discrimination. So ഈ prejudice, bias, discrimination ഈ കോൺസെപ്റ്റ്സ് ഒക്കെ വരുന്ന സമയത്തും നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ ഇൻവോൾവ് ആയിട്ട് കിടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഓക്കെ, they suggest that people have an inbuilt tendency to categorize themselves into one or more in-groups, building a part of their identity on the basis of membership of that group and enforcing boundaries with the other group. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ഒരു ഇൻബിൽഡ് ടെൻഡൻസി ഉണ്ട്. എന്തിന്? നമ്മൾ ചില ഗ്രൂപ്പിലായിട്ട് ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗേൾസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ബോയ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. സോ ഒരു ഗേളിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ ഒരു ഗേൾ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയിട്ട് കിടക്കുന്ന ആളാണ്. സോ നമ്മുടെ ടെൻഡൻസി എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൽ ആളാവുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അതായത് നമ്മളെ ആ ഒരു കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്താ ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? നമ്മളില്ലാതെ നമ്മുടെ പുറത്തുള്ള മറ്റ് ഗ്രൂപ്പുകളെല്ലാം നമുക്ക് ഔട്ട് ഗ്രൂപ്പ് ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ഗ്രൂപ്പുമായിട്ട് ഇൻ ഗ്രൂപ്പുമായിട്ട് കൂടുതൽ ബന്ധം വരാനും ഔട്ട് ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാനും ഉള്ള ചാൻസ് കൂടുതലാണ്. സോ ഇവിടെ ഒരു 3 മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. സോഷ്യൽ ഐഡന്റിറ്റി തിയറി പറയുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട 3 പ്രോസസ്സുകളുണ്ട്. ദാറ്റ് ഈസ് സോഷ്യൽ കാറ്റഗറൈസേഷൻ, സോഷ്യൽ കമ്പാരിസൺ ആൻഡ് സോഷ്യൽ ഐഡന്റിഫിക്കേഷൻ. എന്താണ് ഈ ഒരു 3 പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഈ 3 കോൺസെപ്റ്റുകൾ പറയുന്നത് നോക്കാം. സോഷ്യൽ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് classifying people including ourselves into social groups rather than seeing them as unique individuals. നമ്മൾ ചില കാറ്റഗറിയിലാക്കിയിട്ട് ഇൻവോൾവ് ചെയ്യാൻ പോവാണ്. ക്ലാസിഫൈ ചെയ്യുന്നതാണ്. നമ്മൾ ഉൾപ്പെടുന്ന കുറച്ച് ഗ്രൂപ്പുകളിലേക്ക് നമ്മളെ തന്നെ നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കും. അതായത് ഒരു ബേസിസ് ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി വ്യൂ, നമ്മുടെ ജെൻഡർ, ഇതിൻ്റെയൊക്കെ ബേസ്ഡായിട്ട് നമ്മളെ തന്നെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അതിനെയാണ് സോഷ്യൽ കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് കോൺസെപ്റ്റായി വരുന്നതാണ് സോഷ്യൽ കമ്പാരിസൺ. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാം. നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ നമ്മളെക്കാൾ എന്താണ് അവർക്ക് കൂടുതലുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് കുറവുള്ളത്, ഇങ്ങനെയുള്ളതിനെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ദ ആക്ട് ഓഫ് ജഡ്ജിങ് അവർ ഗ്രൂപ്പ്സ് ഓർ അവർ ഓൺ വാല്യൂ ബൈ കമ്പയറിംഗ് വിത്ത് അതർ ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽസ്. നമ്മുടെ ഗ്രൂപ്പിനെ മറ്റ് ഗ്രൂപ്പുമായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നതിനെയൊക്കെയാണ് സോഷ്യൽ കമ്പാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന 3ാമത്തെ കോൺസെപ്റ്റാണ് സോഷ്യൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഡിഫൈനിങ് അവർ സെൽഫ് ബേസ്ഡ് ഓൺ ദ ഗ്രൂപ്പ്സ് വി ബിലോങ് ടു ആൻഡ് റെസ്പോണ്ടിങ് ടു സിറ്റുവേഷൻസ് ഫ്രം ദാറ്റ് ഗ്രൂപ്പ് ഐഡന്റിറ്റി. നമ്മളിപ്പോൾ നമ്മളെ ക്ലാസിഫൈ ചെയ്തു, നമ്മൾ മറ്റുള്ള ഗ്രൂപ്പായിട്ടൊക്കെ കമ്പയർ ചെയ്തു, പിന്നെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരാളായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഒരു ഗ്രൂപ്പ് മെമ്പർ എന്നുള്ള പേരിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ ഐഡന്റിറ്റി തിയറിനെ കുറിച്ചിട്ടാണ്. ഇവിടെ വന്ന 3 മെൻ്റൽ പ്രോസസ്സുകൾ പറഞ്ഞു. ദാറ്റ് ഈസ് സോഷ്യൽ കാറ്റഗറൈസേഷൻ, സോഷ്യൽ കമ്പാരിസൺ ആൻഡ് സോഷ്യൽ ഐഡന്റിഫിക്കേഷൻ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോവാം. നമ്മൾ ഈ ഒരു തിയറിയിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് പറയുകയാണെങ്കിൽ അവിടെ
സോഷ്യൽ ഐഡൻറ്റിറ്റി, സോഷ്യൽ കാറ്റഗറൈസേഷൻ സംഭവിച്ചു. എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്തു? സോഷ്യൽ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാണ്. അവിടെ നമ്മളുള്ള ഗ്രൂപ്പിനെയാണ് നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മളില്ലാത്ത ദേ എന്നുള്ളതിനെയാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻ ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പിനോട് നമുക്ക് എന്താവും? ഒരു ഫേവറബിൾ ഇൻ ഗ്രൂപ്പ് ഉണ്ടാവും. ആ സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫൈഡ് സോഷ്യൽ ഐഡൻറ്റിറ്റിയാണ് ഉണ്ടാവുന്നത്. ഫേവറബിൾ ടു ഔട്ട് ഗ്രൂപ്പ്. പക്ഷേ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഗ്രൂപ്പിനോടാണ് ഒരു ഫേവറബിൾ കാണിക്കുന്നതെങ്കിൽ അവിടെ ഒരു ഡിസാറ്റിസ്ഫൈഡ് സോഷ്യൽ ഐഡൻറ്റിറ്റിയാണ് ഉണ്ടാകുന്നത്. സോ ഇൻ്റർ ഗ്രൂപ്പ് കമ്പാരിസൺ നടക്കുന്ന സമയത്താണ് ഈ ഒരു സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന മൂന്നാമത്തെ തിയറിയാണ് കോണ്ടാക്ട് ഹൈപ്പോത്തസിസ്. കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് വാസ് ഡെവലപ്ഡ് ബൈ ആൽപോർട്ട് ഇൻ 1954. Contact between groups under certain conditions leads to reduction in prejudice. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുകളുണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. പലതരം ആളുകളും പല പേർപ്പസിന് വേണ്ടിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഗ്രൂപ്പുകളുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ കോണ്ടാക്റ്റ് വരുത്തുക, അല്ലെങ്കിൽ അവരെ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചില സമയങ്ങളിൽ. എന്തിനു വേണ്ടിയിട്ട്? ഇവരിൽ നിലനിൽക്കുന്ന മറ്റേ ഗ്രൂപ്പിനോടുള്ള ഒരു നിലനിന്ന് പോകുന്ന പ്രെജുഡിസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഫോർ റിഡക്ഷൻ ഇൻ പ്രെജുഡിസ്. The contact hypothesis is the notion that better communication between groups of people is facilitated simply by bringing them together and allowing them to interact. ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരൊന്ന് ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് അവർക്കൊന്ന് സംസാരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ചില ഗ്രൂപ്പുകളോട് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ടീമിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ടീമിനുള്ളിൽ എന്താണ് നടക്കുന്നത്, ശരിക്കും അതിലുള്ള ആളുകൾ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാവും. നമ്മൾ മറ്റൊരു ഗ്രൂപ്പിൽ ഉള്ള ആളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഔട്ടർ ആളുകൾ തന്നെയാണ്. സോ അവരെയും കൂടി നമ്മളുടെ ഉള്ളിലേക്ക് നമ്മളിൽ ഒരാളായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടിയുള്ള ഒരു സിറ്റുവേഷൻ ലഭിക്കും. അതിനെയാണ് കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, argued that intergroup contact would only lead to decreased prejudice under the following four conditions. എപ്പോഴും ഒന്ന് നമ്മളിങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഇവരെയും കൂടി ടുഗദർ ആക്കി കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ കൊടുത്തെന്ന് വിചാരിച്ച് അവിടെ നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ ഫോളോയിങ് ഫോർ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഭവം നടക്കുള്ളൂ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഈക്വൽ സ്റ്റാറ്റസ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഇൻ ദ സിറ്റുവേഷൻ. ഈ രണ്ട് ഗ്രൂപ്പ്സും ഈക്വൽ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അപ്പർ ക്ലാസ്സിലുള്ള ഒരു ഗ്രൂപ്പിനെയും ഒരു ലോവർ ക്ലാസ്സിലുള്ള ഒരു ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ടുഗദർ ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഗോളൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പോഴും നടക്കുന്നത് ഒരു കമ്പാരിസൺ ആണ്. സോ അവിടെ കമ്പാരിസൺ അല്ല നടക്കേണ്ടത്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവർ പരസ്പരം സംസാരിച്ച് അവർ ഈക്വൽ സ്റ്റാറ്റസിലുള്ളതാവുമ്പോൾ മാത്രമേ അവർക്ക് ആ ഒരു കോമൺ പേർപ്പസിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സോ നമ്മൾ പറഞ്ഞു ഈക്വൽ സ്റ്റാറ്റസ് വേണം. കോപ്പറേറ്റീവ് ആക്ടിവിറ്റി ടുവേർഡ് കോമൺ ഗോൾ. ഇവിടെ എന്താ വെച്ചാൽ ഇവർ ഓക്കെ ആണ്, ഇവർ ടുഗദർ സംസാരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഈ ഒരു കോമൺ ഗോളിലേക്ക് എത്താനുള്ള അവിടെ ഒരു കോപ്പറേഷൻ ഉണ്ടാവണം. ലൈക്ക് ഈ രണ്ട് ഗ്രൂപ്പ്സ് തമ്മിൽ ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ ഈ ഒരു ഗോളിലേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ പറ്റില്ല. പേഴ്സണലൈസ്ഡ് acquaintance എന്ന് പറഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ദ പെർസെപ്ഷൻ ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് ഹ്യൂമാനിറ്റി. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്കൊരു കോമൺ ഇൻട്രസ്റ്റും ഹ്യൂമാനിറ്റിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അതുള്ളവർക്ക് മാത്രമാണ് ഇത് നടക്കുന്നത്. സപ്പോർട്ട് ഫോർ ദ കോണ്ടാക്ട് ബൈ അതോറിറ്റീസ് ഓർ ലോക്കൽ നോംസ്. ഇവർക്ക് ഗ്രൂപ്പ്സ് മാത്രമല്ല, അവർക്ക് അവരുടെ ഒരു അതോറിറ്റി ആയിട്ടും ലോക്കൽ നോംസുമായിട്ടൊക്കെ ഉള്ള ഒരു കോണ്ടാക്റ്റിനുള്ള സപ്പോർട്ട് സിസ്റ്റം കൂടി അവിടെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഈ രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതാവുകയോ പ്രെജുഡിസ് ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? ഇനി ഈ ഒരു ഇന്റർ ഗ്രൂപ്പ് ആറ്റിറ്റ്യൂഡ് നമുക്ക് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഗ്രൂപ്പ്സ് ഹാവ് ഈക്വൽ സോഷ്യൽ സ്റ്റാറ്റസ് ഇൻ ദ സിറ്റിംഗ്. നമ്മൾ പറഞ്ഞു ഇവർക്ക് ഈക്വൽ സ്റ്റാറ്റസ് ആണെങ്കിൽ ഓക്കെ ആണ്. ഇവർക്കൊരു ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഗ്രൂപ്പ്സ് കോപ്പറേറ്റ് ടുവേർഡ് സബോർഡിനേറ്റ് ഗോൾസ്. അവരുടെ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം.
അവരുടെ സോഷ്യൽ നോംസ് ഈക്വലി എന്തായിരിക്കണം, ഫേവറബിൾ ആയിരിക്കണം. ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഫോം ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, രണ്ട് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വഴി കൂടി അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് നാലാമത്തെ തിയറി ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള റിലേറ്റീവ് ഡെപ്രിവേഷൻ തിയറി. Relative deprivation theory posits that a group's satisfaction about its position in the society is not related in objective situation. It is rather associated with the comparison with the other group's position. ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരു ഗ്രൂപ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് നമ്മളെക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളെക്കാൾ അവർക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ അവർക്ക് പൈസയുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഡെപ്രിവേഷൻ ഉണ്ടല്ലോ, എനിക്കതില്ല, എനിക്കത് കുറവാണ് എന്നൊക്കെ തോന്നുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് റിലേറ്റീവ് ഡെപ്രിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the group's dissatisfaction is rooted in its comparison with a better off group, especially when the group members feel that they are capable of achieving a better position and that they deserve to do so. ഇവർക്ക് ഒരു ബെറ്റർ പൊസിഷനിൽ എത്താനുള്ള ക്യാപ്പബിലിറ്റി ഓപ്പോസിറ്റ് ഗ്രൂപ്പിനുണ്ട് എന്ന് പറയുന്ന സമയത്തും നമ്മൾ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ആ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുന്നത്, ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. സോ അതാണ് റിലേറ്റീവ് ഡെപ്രിവേഷൻ എന്ന് പറയുന്നത്. റിലേറ്റീവ് ഡെപ്രിവേഷൻ ഈസ് എ ഫീലിംഗ് ദാറ്റ് യു ആർ ജനറലി വേഴ്സ് ഓഫ് ദാൻ ദ പീപ്പിൾ യു അസോസിയേറ്റ് വിത്ത് എ കമ്പയർ യുവർ സെൽഫ് ടു. നമ്മൾ മറ്റൊരു ആളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വേഴ്സ് ആണ്. ഓക്കെ, ആണ് പറഞ്ഞത്, നമ്മൾ വേഴ്സ് ആണ് എന്നുള്ള ഒരു ചിന്ത വരുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ, വെൻ യു ക്യാൻ ഓൺലി അഫോർഡ് എ ഹട്ട് ബട്ട് യുവർ നൈബർ ഹാവ് എ ബിഗ് ഹൗസ് യു ഫീൽ റിലേറ്റീവ്ലി ഡെപ്രൈവ്ഡ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ഹട്ട് അഫോർഡ് ചെയ്യാനേ പറ്റുള്ളൂ, ബട്ട് നമ്മുടെ നൈബറിന് അവിടെ ഒരു ബിഗ് ഹൗസ് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ റിലേറ്റീവ്ലി ഡെപ്രൈവ്ഡ് ആയിട്ടും വരും. ഓക്കെ, relative deprivation is defined as the conscious feeling of negative discrepancy between legitimate expectations and present actualities. നമ്മുടെ എക്സ്പെക്റ്റേഷനും നമ്മുടെ ആക്ച്വാലിറ്റീസും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിലേറ്റീവ് ഡെപ്രിവേഷൻ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ 4 തിയറീസിനെ പറ്റി പറഞ്ഞു. ആ 4 തിയറീസ് ഏതൊക്കെയായിരുന്നു? റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി, സോഷ്യൽ ഐഡന്റിറ്റി തിയറി, കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് ആൻഡ് റിലേറ്റീവ് ഡെപ്രിവേഷൻ. ഇവിടെ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഫീലിംഗ് ഓഫ് ഡിസ്കണ്ടന്റ് അറൗസ്ഡ് ബൈ ദ ബിലീഫ് ദാറ്റ് വൺ ഫെയർസ് പുവർലി കമ്പയർഡ് വിത്ത് അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പറയുന്നത്. സോ നമ്മൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞു, ദാറ്റ് ഈസ് റിലേറ്റീവ് ഡെപ്രിവേഷൻ. സ്റ്റീരിയോടൈപ്സ് ആൻഡ് പ്രെജുഡിസസ് അറൈസ് ഫ്രം കോൺഫ്ലിക്റ്റ് ഓവർ ലിമിറ്റഡ് റിസോഴ്സസ്. കുറഞ്ഞ റിസോഴ്സ് ഉള്ളൂ, ആ സമയത്ത് അവിടെ ഉണ്ടാവുന്ന അറൈസ് ചെയ്യുന്ന ഒരു കോൺഫ്ലിക്റ്റ്, അതെന്തായിരുന്നു? ദാറ്റ് ഈസ് റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി. The theory that people favor in-group over out-group in order to enhance self-esteem. നമ്മുടെ സെൽഫ് എസ്റ്റീം ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇൻ-ഗ്രൂപ്പിനെ ഫേവർ ചെയ്യാണ് rather than out-group. ഏതായിരുന്നു വരുന്നത്? ദാറ്റ് ഈസ് സോഷ്യൽ ഐഡന്റിറ്റി തിയറി. The theory that direct contact between hostile groups will reduce prejudice under certain conditions. നമ്മൾ ഇവ 2 ഗ്രൂപ്പ്സ് തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ആ പ്രെജുഡിസ് ഒക്കെ കുറയുന്നു എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് കോണ്ടാക്ട് ഹൈപ്പോത്തസിസ്. സോ ഇങ്ങനെയാണ് വരിക: റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി, സോഷ്യൽ ഐഡന്റിറ്റി തിയറി, കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് ആൻഡ് റിലേറ്റീവ് ഡെപ്രിവേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓപ്ഷനായിട്ട് വരുന്നത് നോക്കാം. A2, B3, C4 ആൻഡ് D1. So that is 4th answer. Okay? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓഗസ്റ്റ് 2024 ഇതേ ഏരിയയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. According to social identity theory, formation of a person's identity within a particular social group is explained by the sequential process of. നമ്മൾ നേരത്തെ ഒരു 3 മെൻ്റൽ പ്രോസസ്സുകൾ പറഞ്ഞു അല്ലേ? പക്ഷെ അത് ശരിക്കും അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. സോഷ്യൽ ഐഡന്റിറ്റി തിയറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിൽ വന്നത് ഇങ്ങനെയാണ് ഓപ്ഷൻസ് വന്നത്: സോഷ്യൽ കാറ്റഗറൈസേഷൻ, സോഷ്യൽ ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ കമ്പാരിസൺ, സോഷ്യൽ ഐഡന്റിറ്റി,
social categorization and social comparison, social comparison, social identity and social categorization, social comparison, social categorization and social identity. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കാം. According to social identity theory, the process of forming a person's identity within a particular social group typically unfold as follows. നമ്മൾ പറഞ്ഞ 3 പ്രോസസ്സുകളെയാണ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്നത് തന്നെ സോഷ്യൽ കാറ്റഗറൈസേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് പ്രോസസ്സായിട്ട് സോഷ്യൽ കാറ്റഗറൈസേഷൻ വന്നത്? ഇൻഡിവിജ്വൽസ് കാറ്റഗറൈസ് ദംസെൽസ് ആൻഡ് അതേഴ്സ് ഇൻ ടു ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ പെർസീവ്ഡ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. നമ്മുടെ സിമിലാരിറ്റീസിനെയും ഡിഫറൻസസിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യുക, നമ്മളെ ഒരു ഗ്രൂപ്പിലേക്കും ബാക്കിയുള്ളവരെ മറ്റു ഗ്രൂപ്പിലേക്കും കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത് തന്നെ സോഷ്യൽ കാറ്റഗറൈസേഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പാണ് സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. As a result of categorization, individuals derive a sense of identity and belonging from the groups they belong to, which become part of their self-concept. അങ്ങനെ നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് നമ്മളെ അങ്ങനെ ഒരു ഗ്രൂപ്പിലാക്കി. അങ്ങനെ ആ ഗ്രൂപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി വരും. ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഫീലിംഗ് നമുക്ക് വരും. അത് നമ്മുടെ സെൽഫ് കോൺസെപ്റ്റിൻ്റെ ഒരു പാർട്ടായിട്ടും മാറും. സോ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നതാണ് സോഷ്യൽ ഐഡൻറ്റിറ്റി. തേർഡ് വൺ ദാറ്റ് ഈസ് സോഷ്യൽ കമ്പാരിസൺ. അങ്ങനെ നമ്മുടെ ഒരു ഗ്രൂപ്പായി ആ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് വന്നു. പിന്നെ സംഭവിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പും മറ്റുള്ള ഗ്രൂപ്പുകളുമായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇൻഡിവിജ്വൽസ് കമ്പയർ ദെയർ ഓൺ ഗ്രൂപ്പ് വിത്ത് അതർ ഗ്രൂപ്പ്സ്, often favoring their own group over others, which can enhance their self-esteem and group pride. അപ്പോൾ നമ്മൾ മറ്റുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെൽഫ് എസ്റ്റീമും ഗ്രൂപ്പ് പ്രൈഡും ഒക്കെ അവിടെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറിയിലെ മെൻ്റൽ പ്രോസസ്സുകൾ ആ ഒരു ഓർഡറിൽ, സീക്വൻഷ്യൽ ഓർഡറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് സോഷ്യൽ കാറ്റഗറൈസേഷൻ, സോഷ്യൽ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ കമ്പാരിസൺ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഈ ഒരു ഭാഗത്ത് തന്നെ ചോദിച്ച ചോദ്യമാണ് ഡിസംബർ 2023. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് തിയറീസ് തന്നിട്ടുണ്ട്. ആ തിയറി ആര് പ്രപ്പോസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ആ തിയറീസ് ആര് പ്രപ്പോസ് ചെയ്തു എന്ന് നമ്മൾ നോക്കി വെക്കണമെന്ന്. തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. തിയറി ഓഫ് കോസൽ ആട്രിബ്യൂഷൻ പറഞ്ഞിട്ടില്ല. സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി പറഞ്ഞു, കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാത്ത ആ 2 തിയറീസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നില്ല, കാരണം നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് റിലേഷനിൽ വരുന്നതല്ല. തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അഡ്സൺ ആൻഡ് ഫിഷ്ബെയിൻ ആണ്. എക്സ്പ്ലെയിൻസ് ഹൗ ആറ്റിറ്റ്യൂഡ്, സബ്ജക്റ്റീവ് നോംസ് ആൻഡ് പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ പ്രെഡിക്റ്റ് ഇന്റൻഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു തിയറിയുടെ പേരും ഇതാരാണെന്ന് നോക്കിയാൽ മതി. നമ്മൾ മറ്റ് ക്ലാസ്സുകൾ ഈ ഒരു തിയറി വരുന്ന ഭാഗങ്ങൾ പറയുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, തിയറി ഓഫ് കോസൽ ആട്രിബ്യൂഷൻ ഇത് സെയിം ആയിട്ട് ഇത് ചെയ്തിട്ടുള്ളത് കെല്ലിയാണ്. കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് നമ്മൾ നേരത്തെ പറഞ്ഞു. കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഗോർഡൻ ആൽപോർട്ട് ആണെന്ന്. ആക്ച്വലി ഹി ഈസ് ദ പ്രപ്പോസർ, ബട്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് തോമസ് പെറ്റിഗ്രോ ആണ്. ഈസ് നോൺ ഫോർ എക്സ്റ്റെൻഡിങ് ആൻഡ് റീഫോർമുലേറ്റിംഗ് ആൽപോർട്ട് കോണ്ടാക്ട് ഹൈപ്പോത്തസിസ്. ഇദ്ദേഹമാണ് ഈ ഒരു തിയറീനെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയും റീഫോർമുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ള പേരെന്ന് പറയുന്നത് തോമസ് പെറ്റിഗ്രോ ആണ്. സോ കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് തരുന്ന സമയത്ത് നമ്മുടെ എക്സാമിന് ചോദിക്കുമ്പോൾ അവിടെ ആൽപോർട്ടും തോമസ് പെറ്റിഗ്രോ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ആൽപോർട്ടിനായിരിക്കണം ആൻസർ കൊടുക്കുന്നത്. ഓക്കെ, സോ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി നമ്മൾ നേരത്തെ പറഞ്ഞു ദാറ്റ് ഈസ് ടാച്ച്ഫെൽ ആൻഡ് ടേണർ. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെയാണ് വരിക നോക്കാം. തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ അഡ്സൺ ആൻഡ് ഫിഷ്ബെയിൻ, തിയറി ഓഫ് കോസൽ ആട്രിബ്യൂഷൻ കെല്ലി, സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി ടാച്ച്ഫെൽ ആൻഡ് ടേണർ ആൻഡ് കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് പെറ്റിഗ്രോ. ക്ലിയർ അല്ലേ? സോ തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു 4 തിയറീസിനെ കുറിച്ചിട്ടാണ്. റിയലിസ്റ്റിക് കോൺഫ്ലിക്റ്റ് തിയറി, സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി, കോണ്ടാക്ട് ഹൈപ്പോത്തസിസ് ആൻഡ് റിലേറ്റീവ് ഡെപ്രിവേഷൻ. അപ്പോൾ എൻലൈറ്റിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട്, എൻലൈറ്റ് എന്ന് പറയുന്നത് സൈക്കോളജി നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള തീർത്തും സൗജന്യമായിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ അതിൽ നമ്മുടെ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്ത് വരുന്നുണ്ട്. PYQ അനാലിസിസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇത് കൂടാതെ യൂട്യൂബ് ക്ലാസ്സസുകൾ, PYQs, മോക്ക് ടെസ്റ്റ്, വെബിനാർ, സ്റ്റഡി നോട്ട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാവും. ജോയിൻ ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക. സോ താങ്ക് യു.